ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 9th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചലന സമവാക്യങ്ങളുടെ മൂന്നാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രവേഗത്തെക്കുറിച്ചാണ്. പ്രവേഗം എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ദൂരം എന്താണ്, സ്ഥാനാന്തരം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടായിട്ടിരിക്കണം. അപ്പോൾ അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവേഗം ഒരു കുട്ടിയുടെ സഞ്ചാരപാതയുടെ ചിത്രീകരണമാണ് നൽകിയിരിക്കുന്നത്. പി എന്ന സ്ഥലത്തു നിന്ന് യാത്ര ആരംഭിച്ച കുട്ടി ക്യൂ വഴി ആർ എന്ന സ്ഥലത്തെത്താൻ 18 സെക്കൻഡ് സമയമെടുത്തു. അതായത് ഒരു കുട്ടിയുടെ സഞ്ചാരപാതയുടെ ചിത്രീകരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആ കുട്ടി പിയിൽ നിന്ന് തുടങ്ങി പിയിൽ നിന്ന് തുടങ്ങി ക്യൂയിലേക്ക് എത്തി ക്യൂയിലേക്ക് എത്തിയിട്ട് ആറിലേക്കാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടത്തേക്ക് എത്താൻ ആ കുട്ടി ടോട്ടൽ എടുത്ത സമയം 18 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. പിയിൽ നിന്ന് ക്യൂ വഴി ആർ എന്ന സ്ഥലത്തെത്താൻ കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്ര? പിയിൽ നിന്ന് ക്യൂ വഴി ഇവിടുന്ന് ഇവിടം വരെ എത്താൻ ഒരു 40 മീറ്റർ ഉണ്ട് പിന്നെ എന്താ, ക്യൂയിൽ നിന്ന് ആറിലേക്ക് എത്തണം ഇവിടുന്ന് ഇവിടത്തേക്ക് എത്താൻ ഒരു 50 മീറ്റർ ഉണ്ട് അപ്പോൾ ആകെ ദൂരം എത്രയായിരിക്കും ആ കുട്ടിയുടെ? 40 + 50 40 + 50 എത്രയാ? 90 മീറ്റർ ദൂരം കുട്ടി പിയിൽ നിന്ന് ക്യൂ വഴി ആറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കുട്ടിയുടെ വേഗം എത്ര? പിയിൽ നിന്ന് ക്യൂ വഴി ആറിലേക്ക് സഞ്ചരിക്കുമ്പോൾ കുട്ടിയുടെ വേഗം വേഗം എങ്ങനെയായിരുന്നു കാണുക? വേഗം ഈസ് ഈക്വൽ ടു ദൂരം ദൂരം ബൈ സമയം വേഗം ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയമാണ് ആകെ ദൂരം എത്രയാണ്? 90 90 മീറ്റർ ഡിവൈഡഡ് ബൈ സമയം എത്രയാണ്? 8 സെക്കൻഡ്. ഇവിടുന്ന് ഇവിടത്തേക്കും ഇവിടുന്ന് ഇവിടത്തേക്ക് 10 സെക്കൻഡും അപ്പോൾ ടോട്ടൽ സമയം എത്ര? 8 + 10 18 സെക്കൻഡ് 18 സെക്കൻഡ്. 90/18 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 90/18 18 × 5 ആണ് 90 അപ്പോൾ 5 വന്നു കഴിഞ്ഞാൽ 18 × 5 എത്രയാണ്? 90 ആണ്. അപ്പം എത്രയാണ് ഇതിൻ്റെ വേഗം വന്നിട്ടുള്ളത്? 5. യൂണിറ്റ് മീറ്ററും സെക്കൻഡും മീറ്റർ/സെക്കൻഡ് അപ്പോൾ ഈ ഒരു കുട്ടിയുടെ പിയിൽ നിന്ന് ക്യൂ വഴി ആറിലേക്ക് എത്തി ആ കുട്ടിയുടെ വേഗം എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 5 മീറ്റർ/സെക്കൻഡ് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പം അടുത്ത നോക്കാം. കുട്ടിക്കുണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? ഈ കുട്ടിക്ക് പിയിൽ നിന്ന് ക്യൂയിൽ വന്ന് ആറിലേക്ക് വന്ന് അപ്പോൾ സ്ഥാനാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ഏറ്റവും ചെറിയ ദൂരം ഏറ്റവും ചെറിയ നേർരേഖ ദൂരത്തെയായിരുന്നു നമ്മൾ സ്ഥാനാന്തരം എന്ന് പറഞ്ഞിട്ടുള്ളത് ദൂരം എന്തായിരുന്നു? ഇപ്പോൾ ഒരു കുട്ടി ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഈ ഒരു പോയിന്റിൽ എത്തി എന്ന് വിചാരിക്കും. അപ്പോൾ ആ കുട്ടിയുടെ ആകെ ദൂരം എത്രയായിരുന്നു? ഈ ഒരു പാതയുടെ അളവുകളൊക്കെ കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ദൂരം കിട്ടുക സ്ഥാനാന്തരം എന്തായിരുന്നു? ആ കുട്ടി ആദ്യം എവിടെയാണോ ഉള്ളത് ഇപ്പോൾ എവിടെയാണോ ഉള്ളത് ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ഏറ്റവും ചെറിയ നേർരേഖ ദൂരത്തെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയാം അപ്പോൾ ആ കുട്ടി ആദ്യം പിയിലാണുള്ളത്, പിയിൽ നിന്ന് ക്യൂവിൽ പോയി ആറിലെത്തി ആദ്യം പിയിലാണുള്ളത്, ഇപ്പം എവിടെയാണുള്ളത്? ആറിൽ. അപ്പോൾ ഈ കുട്ടിയുടെ സ്ഥാനാന്തരം എത്രയായിരിക്കും? 72 മീറ്റർ എത്രയാണ്? 72 മീറ്റർ. ദിശ എവിടെ നിന്ന് എവിടത്തേക്കാണ്? പിയിൽ നിന്ന് ആറിലേക്ക് പിയിൽ നിന്ന് ആറിലേക്ക്. അതെന്തുകൊണ്ടാണ് നമ്മൾ സ്ഥാനാന്തരത്തിന് ദിശ ഇട്ട് കൊടുക്കുന്നത്? സ്ഥാനാന്തരം ഒരു സദിശ അളവാണ് സദിശ അളവാണ്. പക്ഷെങ്കിൽ ദൂരമോ അദിശ അളവാണ് ദൂരത്തിനെ നമ്മൾ ദിശ ഇട്ട് രേഖപ്പെടുത്താറില്ല, പക്ഷേ സ്ഥാനാന്തരത്തിന് നമ്മൾ ദിശയും കൂടി ഇട്ടതിന് ശേഷമാണ് രേഖപ്പെടുത്താറ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ ദൂരം എന്താണ്, സ്ഥാനാന്തരം എന്താണ്, അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, സദിശ അളവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അദിശ അളവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളതാണ് ഓക്കെ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഒറ്റൊരു മിനിറ്റ്, ഒന്ന് ഞാനിത് വലുതാക്കിക്കോട്ടെ. ഓക്കെ,
72 മീറ്റർ സ്ഥാനാന്തരം സംഭവിച്ചത് 18 സെക്കൻഡ് സമയം കൊണ്ടല്ലേ? എങ്കിൽ ഒരു സെക്കൻഡിൽ ഉണ്ടായ സ്ഥാനാന്തരം കണക്കാക്കാമല്ലോ അല്ലേ? ഇവിടെ 72 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായത് എത്ര സെക്കൻഡ് കൊണ്ടാണ്? 8 + 10 18 സെക്കൻഡ് കൊണ്ടാണ് ഇത്രയും സ്ഥാനാന്തരം ഉണ്ടായത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഉണ്ടായ സ്ഥാനാന്തരം എത്രയാണ് നമുക്ക് നോക്കാം. അതെന്നാ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വസ്തു ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ എത്തിയെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു സെക്കൻഡിൽ അത് ഇവിടം വരെ എത്തി എന്ന് വിചാരിക്കും. ഒരു സെക്കൻഡിൽ അത് ഇവിടം വരെ എത്തി. അപ്പോൾ ഈ സ്ഥാനാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇതും തമ്മിലുള്ള ഏറ്റവും ചെറിയ ദൂരമാണ് അല്ലേ? ഏറ്റവും ചെറിയ ദൂരമാണ്. ഇങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ടുണ്ടാവുന്ന സ്ഥാനാന്തരം എന്താണ്? ഒരു സെക്കൻഡ് കൊണ്ടുണ്ടാവുന്ന സ്ഥാനാന്തരത്തെ വിളിക്കുന്ന പേരാണ് പ്രവേഗം. എന്താണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പ്രവേഗം. അപ്പോൾ ഒരു സെക്കൻഡിൽ ഉണ്ടായ സ്ഥാനാന്തരം എത്രയാണെന്ന് നമുക്ക് കാണാം. ആകെ സ്ഥാനാന്തരം എത്രയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത്? 72 മീറ്റർ ആണ്. ആകെ സമയമോ 18 സെക്കൻഡും ആണ് അല്ലേ? അപ്പോൾ മുഴുവൻ അല്ലേ, ആകെ സ്ഥാനാന്തരം ബൈ ആകെയുള്ള സമയത്തിനെ കൊണ്ട് നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സെക്കൻഡിലുള്ള സ്ഥാനാന്തരമാണ് നമുക്ക് കിട്ടാം. അപ്പോൾ ഒരു സെക്കൻഡിലുള്ള സ്ഥാനാന്തരം എത്രയാ? 4 മീറ്റർ/സെക്കൻഡ് അല്ലേ? 4 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഇതെന്താണ്? ഒരു സെക്കൻഡിലുള്ള സ്ഥാനാന്തരത്തെ അറിയപ്പെടുന്ന പേരാണ് പ്രവേഗം. എന്താണ്? പ്രവേഗം. ഒരു സെക്കൻഡിലുള്ള സ്ഥാനാന്തരത്തിനെ അറിയപ്പെടുന്ന പേരാണ് പ്രവേഗം. അപ്പോൾ എന്താണ് ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഒരു 18 സെക്കൻഡ് കൊണ്ട് 72 മീറ്റർ സ്ഥാനാന്തരമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഒരു സെക്കൻഡുള്ള കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ആകെ കിട്ടിയ സ്ഥാനാന്തരത്തിന് എത്ര സമയം കൊണ്ടാണോ നമ്മൾ ആ സ്ഥാനാന്തരം ഉണ്ടാക്കിയെന്നുള്ളത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലേ? അങ്ങനെ ഒരു സെക്കൻഡുള്ള സ്ഥാനാന്തരത്തിന് വിളിക്കുന്ന പേരാണ് പ്രവേഗം. എന്താണ്? പ്രവേഗം. അതിൻ്റെ ദിശ എങ്ങനെയായിരുന്നു? പിയിൽ നിന്ന് ആറിലേക്ക് അല്ലേ? പിയിൽ നിന്ന് ആറിലേക്ക് നമുക്ക് നോക്കാം. അതെന്താ പിയിൽ നിന്ന് ആറിലേക്ക് വന്നതെന്ന്? യെസ്, ഈ ചിത്രം നോക്ക്. പിയിൽ നിന്ന് ആറിലേക്കാണ് അല്ലേ സ്ഥാനാന്തരം. എവിടെ നിന്നാണ് ഉണ്ടായത്? പിയിൽ നിന്ന് ആറിലേക്ക് 72 മീറ്റർ അല്ലേ? അപ്പോൾ ഒരു സെക്കൻഡിൽ ഉണ്ടായ സ്ഥാനാന്തരത്തെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചിട്ടുള്ളത്? പ്രവേഗം. പ്രവേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ ഉണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം. മാറിപ്പോവരുത് കേട്ടോ, മറന്നു പോവരുത്. അപ്പോൾ സ്ഥാനാന്തരം ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. സ്ഥാനാന്തരത്തിൻ്റെയും പ്രവേഗത്തിൻ്റെയും ദിശ ഒന്ന് തന്നെയാണെന്ന് മനസ്സിലായോ? കാരണം എന്താ? സ്ഥാനാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? തുടക്കമുള്ള പോയിന്റും അവസാനിക്കുന്ന പോയിന്റും അല്ലേ? ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ദൂരത്തെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇങ്ങനെ ഒരു സെക്കൻഡ്, ഇവിടെ ഇപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തിയെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു സെക്കൻഡിലുള്ളതിനെയാണ് നമ്മൾ പ്രവേഗം എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ പ്രവേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്ഥാനാന്തരം. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം. അപ്പോൾ സ്ഥാനാന്തരത്തിന്റെ ദിശ ഇങ്ങനെയാണെങ്കിൽ പ്രവേഗത്തിന്റെ ദിശയും എന്തായിരിക്കും? ഇങ്ങനെ തന്നെ ആയിരിക്കും. സ്ഥാനാന്തരത്തിന്റെ ദിശ ഇങ്ങോട്ടേക്കാണെങ്കിൽ പ്രവേഗത്തിന്റെ ദിശയും എന്തായിരിക്കും? ഇങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും. അപ്പൊ എന്താണ്? സ്ഥാനാന്തരത്തിന്റെയും പ്രവേഗത്തിന്റെയും ദിശ എന്ത് തന്നെയാണ്? ഒരേത് തന്നെയാണ്. അപ്പൊ പ്രവേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? പ്രവേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിലുള്ള സ്ഥാനാന്തരം അല്ലെ? സ്ഥാനാന്തരം ഡിവൈഡഡ് ബൈ സമയം അല്ലെ? സ്ഥാനാന്തരത്തിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? സമയം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് എന്ത്? പ്രവേഗം. പ്രവേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന സ്ഥാനാന്തരത്തെയാണ് നമ്മൾ പ്രവേഗം എന്ന് പറയുന്നത്. പ്രവേഗത്തിന് നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് വി ട്ടോ. എന്താണ്? പ്രവേഗം. പ്രവേഗത്തിന് സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് വി. സ്ഥാനാന്തരത്തിന് സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് എസ്. എന്താണ്? സ്ഥാനാന്തരത്തിന് സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് എസ്. സമയത്തെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ടി. എന്താണ്? സമയത്തെ സൂചിപ്പിക്കുന്ന ലെറ്റർ. അപ്പോൾ വി എസ് ടി. വി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവേഗം, എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാനാന്തരം, ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സമയം. അപ്പോൾ പ്രവേഗം ഇസ് ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം. പ്രവേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്ഥാനാന്തരം ബൈ സമയമാണ്. സമയവും സ്ഥാനാന്തരവും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? പ്രവേഗം കാണാനായിട്ട് പറ്റും.
ഇനിയിപ്പോൾ നമുക്ക് പ്രവേഗവും സമയവുമാണ് തന്നിരുന്നെങ്കിൽ സ്ഥാനാന്തരം എങ്ങനെ കാണും? ഇതിൻ്റെ ഇക്വേഷൻ കൂടി നമുക്ക് നോക്കാം. വി പ്രവേഗം ഈസ് ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയമാണ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ടീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ വി ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എസ് എന്ന് കിട്ടും അല്ലേ. പ്രവേഗത്തിന് സമയം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? സ്ഥാനാന്തരമാണ് കിട്ടുന്നത്. ഇനി അടുത്തത് ടി കാണാൻ, സമയത്തിനെ കാണാൻ എന്ത് ചെയ്യണം? സമയത്തിനെ കാണണമെങ്കിൽ സ്ഥാനാന്തരത്തിനെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? പ്രവേഗം കൊണ്ട് ഹരിച്ചാൽ മതി. എന്താണ്? സമയം കിട്ടാൻ സ്ഥാനാന്തരത്തിനെ പ്രവേഗം കൊണ്ട് ഹരിച്ചാൽ മതി. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി എഴുതിയിട്ട് ഓരോന്നിനെയും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിക്കുക. ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടീന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടും എസ്സിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടൊക്കെ നിങ്ങൾക്ക് ഇക്വേഷൻസ് മാറ്റി മാറ്റി എഴുതാനായിട്ട് പറ്റും. അപ്പോൾ സ്ഥാനാന്തരവും സമയവും തന്നിട്ട് പ്രവേഗം കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. പ്രവേഗവും സമയവും തന്നിട്ട് സ്ഥാനാന്തരം കാണാൻ ഇത് യൂസ് ചെയ്യും. സ്ഥാനാന്തരവും പ്രവേഗവും തന്നിട്ട് സമയം കാണാൻ നമ്മൾ ഈ ഇക്വേഷനും യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ പ്രവേഗത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി പ്രവേഗത്തിൻ്റെ യൂണിറ്റ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ് അല്ലേ. മീറ്റർ ആണ്. സമയത്തിൻ്റെ യൂണിറ്റോ സെക്കൻഡ് ആണ് അല്ലേ. സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ എം ഡിവൈഡഡ് ബൈ എസ് സെക്കൻഡ് അല്ലേ. അപ്പം മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. എന്താണ്? പ്രവേഗത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, പ്രവേഗം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം കേട്ടോ. ഞാൻ ക്ലിയർ ചെയ്ത് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു മഞ്ഞ ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ മഞ്ഞ ബോക്സ് എന്താന്ന് നോക്കാം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം അല്ലേ. അത് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഒരു യൂണിറ്റ് സമയത്തിൽ അല്ലേ, ഒരു യൂണിറ്റ് സമയം, ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന സ്ഥാനാന്തരത്തെയായിരുന്നു നമ്മൾ എന്ത് വിളിച്ചിട്ടുള്ളത്? പ്രവേഗം അല്ലെ. ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സമയത്തിൽ ഉണ്ടാവുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. ഇനി അടുത്ത പ്രവേഗം ഒരു സദിശ അളവാണ് അല്ലെ. പ്രവേഗത്തിന് എന്തുണ്ട്? ദിശയുണ്ട്. അതുകൊണ്ട് പ്രവേഗം എന്താണ്? സദിശ അളവാണ്. സ്ഥാനാന്തരത്തിന്റെ ദിശയാണ് പ്രവേഗത്തിന്റെയും ദിശ അല്ലെ. അതും നമ്മൾ പറഞ്ഞതാണ് അല്ലെ. സ്ഥാനാന്തരത്തിന്റെ ഏത് ദിശയാണോ അതേ ദിശ തന്നെ ആയിരിക്കും നമ്മളുടെ പ്രവേഗത്തിന്റെയും ദിശ. ഇതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. അതാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത് അല്ലെ. യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം അതിന്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. എന്നാൽ പ്രവേഗം കണക്കാക്കാനായി പരിഗണിക്കേണ്ടത് വസ്തു സഞ്ചരിക്കാനെടുത്ത ആകെ സമയം തന്നെയാണ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. ആദ്യ സ്ഥാനം ഇവിടെ. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ എവിടെയൊക്കെയോ പോയി അലഞ്ഞു തിരിഞ്ഞ് ഈ ഒരു പോയിന്റിൽ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കുട്ടീൻ്റെ ആകെ ദൂരം എങ്ങനെയാ നമ്മൾ കണക്കാക്കുക? ഇവിടുന്ന് തുടങ്ങി ഈ പാത മുഴുവൻ സഞ്ചരിച്ച് ഇവിടെ എത്തുന്നത് വരെയുള്ള ആണ് നമ്മൾ ആകെ ദൂരമായിട്ട് എടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സ്ഥാനാന്തരം എങ്ങനെയാ എടുക്കുക? ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിൽ ഏറ്റവും ചെറിയ നേർരേഖ അല്ലെ. ഏറ്റവും ചെറിയ നേർരേഖ. അപ്പോൾ ഇതാണ് സ്ഥാനാന്തരം വരിക. അപ്പോൾ സ്ഥാനാന്തരം ഇവിടെ സഞ്ചാരപാതയെ ആശ്രയിച്ചിട്ടുണ്ടോ? ഇല്ല. സ്ഥാനാന്തരം എന്താണ്? ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ഏറ്റവും ചെറിയ നേർരേഖ ദൂരത്തെയാണ് നമ്മൾ സ്ഥാനാന്തരമായിട്ട് എടുത്തത്. പക്ഷേ നമുക്ക് പ്രവേഗം കാണാൻ വേണ്ടിയിട്ട് ആ വസ്തു ഇവിടുന്ന് തുടങ്ങി സഞ്ചരിച്ച് ഇവിടെ എത്താൻ വേണ്ടി എത്ര സമയമെടുത്തോ ആ സമയം നമ്മൾ കണക്കാക്കും. എന്താണ്? ഒരു വസ്തു പ്രവേഗം നോക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവേഗം കണക്കാക്കാൻ നമ്മൾ എന്താ എടുക്കുക? ഒരു വസ്തു ഇവിടുന്ന് എത്രയോ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് അല്ലെ. അങ്ങനെ നടന്ന് പോയി എത്രയോ ഒരു സമയത്തിൽ ഇവിടെ എത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു മുഴുവൻ സമയവും എന്തിനേക്ക് എടുക്കും? നമ്മൾ പ്രവേഗം കാണാൻ വേണ്ടിയിട്ട് എടുക്കും. ഒരു വസ്തുവിനുണ്ടാവുന്ന സ്ഥാനാന്തരം അതിൻ്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. എന്നാൽ പ്രവേഗം കണക്കാക്കാനായി പരിഗണിക്കേണ്ടത് വസ്തു സഞ്ചരിക്കാനെടുത്ത ആകെ സമയം തന്നെയാണ്. ഓക്കെ,
ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പാഠാരംഭത്തിൽ കുട്ടി ഉന്നയിച്ച സംശയം ഇനി പരിഗണിക്കാം. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒരു കുട്ടി ഒരു മുത്തശ്ശനോട് പറഞ്ഞ് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു ട്രെയിന് പാളം കടക്കുമ്പോൾ ആ ട്രെയിന് എത്ര സമയമെടുത്തിട്ടാണ് ആ പാളം കടന്നെത്തുന്നത് എന്നുള്ളത് ഒരു കുട്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൻ്റെ ഉത്തരമാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു അല്ലേ? ചലനവുമായി ബന്ധപ്പെട്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ സമയം കാണാം. 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിൽ 20 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തോടെ സഞ്ചരിക്കുന്നു. 200 മീറ്റർ ഉള്ള ഒരു ട്രെയിന് 20 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഈ ട്രെയിൻ 800 മീറ്റർ നീളമുള്ള ഒരു നേർപ്പാലം കടക്കാൻ എത്ര സമയമെടുക്കും അല്ലേ? ഒരു 800 മീറ്റർ നീളമുള്ള ഒരു പാലമുണ്ട്. പിന്നെ എന്താണ് ആ ഒരു ട്രെയിനിന്റെ നീളം എത്രയാണ്? 200 മീറ്ററും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രെയിൻ ഈ ഒരു പാളം കടക്കാൻ വേണ്ടി എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സമയമാണ് കാണേണ്ടത് അല്ലെ? നമുക്ക് പ്രവേഗം ഈസ് ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയമാണ് എന്നറിയാം. അപ്പൊ ഇതിലൂടെ സമയം എങ്ങനെ നമ്മൾ കാണും? സമയം ഈസ് ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ പ്രവേഗമാണ് അല്ലെ? സമയം ഇസ് ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ പ്രവേഗം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കാണണം? സ്ഥാനാന്തരം കാണണം അല്ലെ? ഇതിന്റെ സ്ഥാനാന്തരം കാണണം. പ്രവേഗം എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ സ്ഥാനാന്തരം കാണാം. സ്ഥാനാന്തരം കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിന് പാലം കടക്കുമ്പോൾ എഞ്ചിന് പാലത്തുമ്മൽ, ഇത് ട്രെയിനിന്റെ എഞ്ചിനാന്ന് വിചാരിക്കും. എഞ്ചിന് പാലത്തുമ്മൽ പ്രവേശിക്കുന്നത് മുതൽ ഇങ്ങനെ പോകൂലേ ട്രെയിന്. എന്നിട്ട് എഞ്ചിന്റെ അവസാന ഭാഗം ഇവിടെ എത്തുമല്ലോ അല്ലെ? എഞ്ചിന്റെ അവസാന ഭാഗം ഇവിടെ ഇങ്ങനെ എത്തും. ഈ അവസാന ഭാഗം ബോഗി അല്ലെ? പാലം കടക്കുന്നത് വരെ എഞ്ചിൻ സഞ്ചരിച്ച പാതയുടെ നീളമാണ് ഇവിടെ നമ്മൾ എന്തെടുക്കുന്നത്? സ്ഥാനാന്തരമായി എടുക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ട്രെയിന് ഇവിടെ പാലം കടക്കുന്നുണ്ട് അല്ലെ? അപ്പോൾ ട്രെയിനിന്റെ എഞ്ചിന് പാലത്തിന്റെ ഇവിടെ മുട്ടുന്നുണ്ടല്ലോ അല്ലെ? എഞ്ചിന് പാലത്തിൽ പ്രവേശിക്കുന്നത് അല്ലെ? ട്രെയിനിന്റെ എഞ്ചിൻ പാലത്തുമ്മൽ പ്രവേശിക്കുന്നത് മുതൽ ട്രെയിനിന്റെ ഈ ഒരു അവസാന ബോഗി ഉണ്ടല്ലോ, ഈ ഒരു അവസാന ബോഗി പാലം കടക്കുന്നത് വരെ എഞ്ചിൻ സഞ്ചരിച്ച പാതയുടെ നീളമാണ്. അതെങ്ങനെ ഉണ്ടാവുക? ഇത് പാലമാണ് എന്ന് വിചാരിക്കുക. ട്രെയിന് ഇവിടെ ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി അല്ലെ? ഇങ്ങനെ പോയി. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ട്രെയിനിന്റെ എഞ്ചിൻ ഇവിടെ ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? എഞ്ചിന്റെ ബാക്കി ബോഗി ഇവിടെ ഉണ്ടാവും അല്ലെ? ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ എന്താ? ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള ദൂരം അല്ലെ? അതാണ് എന്തെന്ന്? സ്ഥാനാന്തരം അല്ലെ? ട്രെയിനിന്റെ നീളം എത്ര? 200 മീറ്റർ അല്ലെ? ബ്രിഡ്ജിൻ്റെതോ 800 മീറ്റർ. അപ്പൊ ആകെ സ്ഥാനാന്തരം എത്ര? 800 പ്ലസ് 200 എത്ര കിട്ടും? 1000 മീറ്റർ. എത്ര കിട്ടും? 1000 മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സമയം കണ്ടുപിടിക്കാം അല്ലെ? നമുക്ക് സ്ഥാനാന്തരം കിട്ടിക്കഴിഞ്ഞു. 1000 മീറ്ററിന് സ്ഥാനാന്തരം കിട്ടി. പിന്നെ എന്ത് കിട്ടി? പ്രവേഗം എത്ര തന്നിട്ടുള്ളത്? 20 മീറ്റർ പെർ സെക്കൻഡ് ഒന്നും തന്നിട്ടുണ്ട്. ഇനി സമയം കാണാം അല്ലെ? സമയം എങ്ങനെ നമുക്ക് കാണാം? V ഈസ് ഈക്വൽ ടു S ബൈ ടി ആണ് അല്ലെ? അപ്പൊ T ഈസ് ഈക്വൽ ടു എന്താ? S ബൈ V ആയിരിക്കും അല്ലെ? S എത്രയാ? 1000 അല്ലെ? T ഈസ് ഈക്വൽ ടു 1000 ഡിവൈഡഡ് ബൈ V എത്രയാ? 20. അപ്പോ 100 ബൈ 2 എത്രയാ? 50 സെക്കൻഡ് അല്ലെ? എത്ര സമയം കൊണ്ടാണ് ആ പാലം കടക്കുന്നത്? 50 സെക്കൻഡ് കൊണ്ടാണ് ആ ട്രെയിന് ആ ഒരു പാലം കടക്കാനായിട്ട് എടുക്കുന്നത്. ക്ലിയർ ആയില്ലേ ഇത്? അഥവാ ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ചിത്രം 2.4 P മുതൽ Q വരെയുള്ള കുട്ടിയുടെ വേഗവും പ്രവേഗവും കണക്കാക്കുക. ആ ഒരു ചിത്രം ഞാൻ ഇവിടെ മാറ്റി വരക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് P, ഇത് Q, ഇത് R. P ന്ന് Q വരെ 40 മീറ്റർ ആണ്. Q ന്ന് R വരെ 50 മീറ്റർ ആണ്. P ന്ന് Q വരെ 8 സെക്കൻഡ് എടുക്കുന്നു.
Q4 വരെ 10 സെക്കൻഡും എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ P മുതൽ Q വരെയുള്ള P മുതൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള കുട്ടിയുടെ വേഗവും പ്രവേഗവും കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് ഇവിടം വരെയുള്ള കുട്ടിയുടെ വേഗവും പ്രവേഗവും. അപ്പൊ ആദ്യം നമുക്ക് വേഗം കാണാം അല്ലെ. വേഗം ഇസ് ഈക്വൽ ടു എന്താണ്? ദൂരം അല്ലെ. ദൂരം ബൈ സമയം. ദൂരം ബൈ സമയമാണ്. ഇവിടെ പിയിൽ നിന്ന് ക്യൂയിലേക്ക് എത്താനുള്ള ദൂരം എത്രയാ? 40. 40 ഡിവൈഡഡ് ബൈ സമയം എത്രയാ? 8 സെക്കൻഡ് ആണ് അല്ലെ. 8 സെക്കൻഡ് 40 മീറ്റർ. അപ്പൊ 40/8 എത്ര കിട്ടും? 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. വേഗം അല്ലെ. ഇനി എന്ത് കാണണം? പ്രവേഗം കാണണം അല്ലെ. പ്രവേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്ഥാനാന്തരം അല്ലെ. സ്ഥാനാന്തരം ബൈ സമയമാണ്. സമയം. ഇവിടുത്തെ സ്ഥാനാന്തരം എത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത്? പിയിൽ നിന്ന് ക്യൂയിലേക്ക് അല്ലെ. പി ആദ്യസ്ഥാനമാണ്, ക്യൂ അന്ത്യസ്ഥാനമാണ് അല്ലെ. ഇത് തമ്മിലുള്ള ഏറ്റവും ചെറിയ നേർരേഖ ദൂരം എത്ര? 40 മീറ്റർ തന്നെയാണ് അല്ലെ. അപ്പൊ സ്ഥാനാന്തരം എത്ര? 40 മീറ്റർ ഡിവൈഡഡ് ബൈ സമയം എത്ര? അതും 8 സെക്കൻഡ് തന്നെയാണ് അല്ലെ. 8 സെക്കൻഡ്. അപ്പൊ 40/8 എത്ര? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? വേഗവും പ്രവേഗവും എന്താണ്? തുല്യമാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്നും നിങ്ങൾക്ക് എത്തിച്ചേരാവുന്ന നിഗമനങ്ങൾ ഏവ? ഇതിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും? ഒരു വസ്തു അല്ലെ. ഒരു വസ്തു എങ്ങനെയാണ് പോകുന്നത്? നേർരേഖയിൽ അല്ലെ. നേർരേഖയിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെ. ഒരു വസ്തു ഒരേ ദിശയിൽ നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് എന്ത്? ആ വസ്തുവിന്റെ പ്രവേഗത്തിന്റെയും വേഗത്തിന്റെയും അളവുകൾ തുല്യമാവുന്നത് അല്ലെ. അളവുകൾ എപ്പോഴാ തുല്യമാവുന്നത്? ഒരു വസ്തു നേർരേഖയിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ദൂരവും സ്ഥാനവും തുല്യമാവുമ്പോൾ അല്ലെ. ദൂരവും സ്ഥാനവും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? തുല്യമാവുന്നുണ്ട്. സമയവും എന്ത് ചെയ്യുന്നുണ്ട്? തുല്യമാവുന്നുണ്ട് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ദൂരവും സമയവും എപ്പോഴാണ് തുല്യമാവുക? ഒരു വസ്തു നേർരേഖയിൽ ഒരേ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ ദൂരവും സ്ഥാനാന്തരവും തുല്യമായിരിക്കും അല്ലെ. അപ്പോ അതേപോലെ തന്നെ ആ വസ്തു നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ വേഗവും പ്രവേഗവും എന്തായിരിക്കും? അതും തുല്യം തന്നെ ആയിരിക്കും. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു വസ്തു നേർരേഖയിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെ. നേർരേഖയിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് പ്രവേഗത്തിന്റെയും വേഗത്തിന്റെയും അളവുകൾ തുല്യമാവുന്നത്. ഇത് ചോദിക്കും കേട്ടോ എക്സാമിന്. പ്രവേഗത്തിന്റെയും വേഗത്തിന്റെയും അളവുകൾ എപ്പോഴാണ് തുല്യമാവുന്നതെന്ന് ചോദിക്കുക. അപ്പൊ എന്ത് എഴുതണം? ഒരു വസ്തു നേർരേഖയിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോഴാണ് തുല്യമാവുന്നത്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 25 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം 400 മീറ്റർ ദൂരം സഞ്ചരിച്ചുവെങ്കിൽ ഇതിനെടുത്ത സമയം കണക്കാക്കുക. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്ന് ആദ്യം മാറ്റി എഴുതാം. 25 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം അല്ലെ. വി തന്നിട്ടുണ്ട് അല്ലെ. വി എത്ര തന്നിട്ടുള്ളത്? 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നു. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ദൂരം അല്ലെ. ദൂരം തന്നിട്ടുണ്ട്. ദൂരം എത്രയാണ്? ഡി ആണ് അല്ലെ തന്നിട്ടുള്ളത്. ഡി എത്ര തന്നിട്ടുണ്ട്? 400 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സമയം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോ പ്രവേഗം തന്നുകൊണ്ട് നമുക്ക് കാണാം അല്ലെ. പ്രവേഗം ഇസ് ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം. പക്ഷേ ഇവിടെ സ്ഥാനാന്തരം ഉണ്ടോ? നമുക്ക് ഇല്ല. ദൂരമാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ സ്ഥാനാന്തരം കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ ഒന്നും കൂടി വൃത്തിയിൽ വായിച്ചു നോക്കുക അല്ലെ. എന്താണ്? 25 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ നേർരേഖയിൽ അല്ലെ. നേർരേഖ എന്ന് പറയുന്നുണ്ട്. നേർരേഖ ആവുമ്പോൾ ദൂരവും സ്ഥാനാന്തരവും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലെ. നേർരേഖ. അപ്പൊ എന്താണ്? ദൂരം 400 മീറ്റർ ആണെങ്കിൽ സ്ഥാനാന്തരം എന്ത് തന്നെയായിരിക്കും? 400 മീറ്റർ തന്നെയായിരിക്കും അല്ലെ. അപ്പൊ സ്ഥാനാന്തരം എത്ര കിട്ടി? 400 കിട്ടി അല്ലെ. അപ്പൊ ഇനി എന്ത് ചെയ്യാ? സമയം കാണാലോ അല്ലെ. സമയം എങ്ങനെ കാണാം? സമയം ഇസ് ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ പ്രവേഗം. ഇവിടെ സ്ഥാനാന്തരം എത്ര കിട്ടിയിട്ടുള്ളത്? 400 അല്ലെ. 400 ഡിവൈഡഡ് ബൈ പ്രവേഗം എത്ര? 25 അല്ലെ. 400/25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടാം? 16 സെക്കൻഡ് എന്ന് കിട്ടും. 16 സെക്കൻഡ്. 400/25 ഡിവൈഡ് ചെയ്യുന്ന അറിഞ്ഞൂടെ?
400ഉം 25ഉം 40ൽ 25 ഒരു പ്രാവശ്യം പോകില്ല, അപ്പം 25. ഇനി 40ന്ന് 25 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 15 അല്ലേ? പിന്നെ ഈ 0 ഇറക്കിയിടാം. 150ൽ 25 6 പ്രാവശ്യം പോകില്ലേ? 6 × 25 150. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 16 സെക്കൻഡ് എന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. V = S/T എന്നുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കണം. എന്നിട്ട് ചിലപ്പോൾ T കാണാനായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ മാറ്റി ചെയ്തു അല്ലേ? ടീന് ഇപ്പറിട്ടിട്ട് വീനെ താഴ്ത്തി ചെയ്തു അല്ലേ? ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 36 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തോടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് ഒരു മിനിറ്റിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം എത്ര? ആദ്യം ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. 36 മീറ്റർ/സെക്കൻഡ് പ്രവേഗം അല്ലേ? അപ്പോൾ പ്രവേഗം തന്നിട്ടുണ്ട്. എത്രയാണ്? 36 മീറ്റർ/സെക്കൻഡ്. ഒരു വസ്തുവിന് ഒരു മിനിറ്റിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം, ഒരു മിനിറ്റ് സമയം തന്നിട്ടുണ്ട് അല്ലേ? ഒരു മിനിറ്റ് ആണ്. ഒരു മിനിറ്റ് എത്ര സെക്കൻഡ് ആണ്? 60 സെക്കൻഡ് ആണ് അല്ലേ? 60 സെക്കൻഡ് ആണ് ഒരു മിനിറ്റ്. എന്ത് കാണാനാ പറഞ്ഞിട്ടുള്ളത്? സ്ഥാനാന്തരം എസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ്? V = S/T ആണ്. എസ് ആണ് കാണേണ്ടത്. അപ്പം എന്ത് എഴുതണം? S = V × T ആണ് അല്ലേ? S = V × T. അപ്പോൾ S = V എത്രയാണ്? 36. 36 × T എത്രയാണ്? 60. 60. 36 × 60 എത്രയായിരിക്കും? 36 × 6 അല്ലേ? 6 6 36, 3 ബാക്കി, 6 3 18, 3 21 അല്ലേ? 21 6. പിന്നെ ഒരു 0 കൂടി ഇല്ലേ? ഒരു 0. അത്രയും മീറ്റർ അല്ലേ? അത്രയും മീറ്റർ. ഇതിന് കിലോമീറ്ററിലേക്കാക്കി മാറ്റുമ്പോൾ എന്ത് വരും? 2.16 കിലോമീറ്റർ അല്ലേ? ഇത്രയും കിലോമീറ്റർ ആണ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും മതി. ഇതുവരെ എടുത്ത പോർഷൻസ് മനസ്സിലായിട്ടില്ല എങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഏത് പോർഷനാണ് മനസ്സിലാവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ എൻ്റെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അപ്പോൾ എന്തൊക്കെ പോരായ്മകളാണോ ഉള്ളത് അതൊക്കെ നികത്തിയതിന് ശേഷം അടുത്ത ക്ലാസ് മുതൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.